Here, the math department of TTF lights the way for us. I heartily thank Sign of Course members for taking such a great step for giving us an opportunity to attend this orientation program. I also convey my deep sense of gratitude Basil Paul sir for being the resource person in spite of his busy schedule. Now, let us start the program. I humbly request Adar sir, Professor, Department of Maths, MTKM, the unfit supporter and motivator of Sign of Course for the welcome speech. Respected principal and respected guest of the day, my dear colleagues and my dear students. മാത് ഫോറം സൈൻ ഓഫ് കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന ഈ അക്കാദമിക വർഷത്തിലെ രണ്ടാമത്തെ പ്രോഗ്രാമാണിത്. ആദ്യത്തെ പ്രോഗ്രാം ഈ മാസം ആദ്യം നമ്മൾ മീറ്റ് ദി സ്കോളർ പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഒരു വലിയ തുടക്കത്തിന്റെ ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഇത് പറയാൻ കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള ട്രെയിനിങ് മാത് ഫോറത്തിന്റെ റെഗുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി നമ്മൾ 2 വർഷം മുന്നേ തന്നെ തുടങ്ങിയിരുന്നു അൺഒഫീഷ്യലി. പക്ഷെ അതിന്റെ റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കൂടുതൽ കാര്യക്ഷമമായും കേന്ദ്രീകൃതമായും നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് ഇത്തരം ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഇന്ന് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ നമുക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകാനും കൂടുതൽ പേർ ഇത്തരം എക്സാമിനേഷനിലേക്ക് പങ്കെടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ബേസിൽ പോളാണ്. അദ്ദേഹത്തിന് ഈ മേഖലയിൽ ഒത്തിരി പരിചയം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അതുകൊണ്ടുള്ള ഫലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഹാർദവുമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ നജീം സാർ ഉണ്ട്. പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇത്തരം എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ പിന്തുണയും സഹായവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ച എല്ലാ പാർട്ടിസിപ്പൻസിനെയും അഭിനന്ദനവും സ്വാഗതവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Now, I humbly call upon our principal, Professor Najeem, the backbone of our college, for the inaugural address. Sri Basil Paul, keynote speaker, Professor Adarsh, HOD Mathematics, എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ, ജാം ഗേറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് ഇന്ന് രാജ്യവ്യാപകമായി ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും അത് ഓൺലൈൻ ക്ലാസ്സുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. നമ്മുടെ മനസ്ഥിതികൾ മാറേണ്ടതുപോലെ നമുക്ക് ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കോളേജിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ഔദ്യോഗികമായ അങ്ങനെ ഒരു സെന്ററിന്റെ സാധ്യതയുള്ളതാണ്. കാരണം നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാം എക്സ്പേർട്ടുകളാണ് ഇത്തരത്തിൽ. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമായി ഒരു ഓറിയന്റേഷൻ സെന്ററായി നമ്മുടെ കോളേജ് വികസിക്കാൻ വേണ്ടുന്ന എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ആദ്യമേ ഞാൻ ഉറപ്പു തരുന്നു. നമ്മുടെ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. മുമ്പും അങ്ങനെയായിരുന്നു. പുതിയ HOD ആണ്. അതിന്റെ കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിലേക്ക് കരുത്ത് പകരാൻ ഇത്തരത്തിലുള്ള HODക്ക് നമ്മുടെ ആദർശ് സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാകട്ടെ. ഇതൊരു വലിയ നടക്കാൻ പോകുന്ന വലിയൊരു പ്രവർത്തന ശൃംഖലയുടെ ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ബാസിൽ സാർ പോളിന് തന്റെ തുടർന്നുള്ള യാത്രകൾ, അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനറാണ്, അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തിലും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. Thank you, sir. Now I invite a student coordinator, R. Sri Lakshmi, for introducing the resource person. Good morning. Good morning and a warm welcome to everyone. I would like to take this opportunity to introduce to you all our amazing speaker of today's orientation program. We are indeed privileged to have such a resourceful person, Mr. Basil Paul, with us today. He did his BSc in Mathematics from Sacred Heart College, Tevara, and also has an MSc in Mathematics from MG University.
He has qualified CSIR NET with All India rank of 96 and GATE Mathematics. He has also made a mark in the field of education and has a teaching experience of 3 years. His teaching interests include abstract algebra, linear algebra, differential calculus, and real analysis. He has various awards and honors, some of which are winning the All Kerala Mathematics Quiz for college students twice in 2012 and 13, and the Best RCC Worker Award 2 times in a row in 2010 and 11. Being the secretary of Mahatma Madhrubhumi Study Circle from 2009 to 12, the president of Youth Red Cross and AICUF, SH College Tevra, and much more. Currently, he is a guest lecturer at Maharajas College Ernakulam and also a JAM trainer at Infinity School of Mathematics. It's a great honor to have you with us today. I know you're all eagerly waiting for his talk. So without any further ado, let me hand over the next section to our speaker, Mr. Bessel Paul. Sir, please. ആദ്യമേ തന്നെ TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സംഘടിപ്പിക്കുന്ന ഈ ഒരു ജാം ഗേറ്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ഒരു ചെറിയൊരു ഓറിയന്റേഷൻ ടോക്കിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് തന്നെ ആദർശ് സാറിനും കോളേജിൻ്റെ പ്രിൻസിപ്പളിനും കോളേജിലെ മറ്റ് അധ്യാപകർക്കും സ്റ്റുഡൻസ് യൂണിയനും എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമേ തന്നെ എൻ്റെ സുഹൃത്ത് വഴിയാണ്, എൻ്റെ സുഹൃത്ത് പാലക്കാട് IIT റിസർച്ച് ചെയ്യുന്ന ശ്രീ ജിജു വഴിയാണ് ആദർശ് സാറിനെ എനിക്ക് പരിചയം. അപ്പം അങ്ങനെ സാറായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ ഞാൻ എത്തുന്നത്. ശരി, അപ്പോൾ IIT ജാം അതുപോലെ തന്നെ ഗേറ്റ്, ഈ 2 എക്സാമിനേഷൻസ്, ആ എക്സാമിൻ്റെ ഡൈനാമിക്സ്, എക്സാമിൻ്റെ സിലബസ്, എക്സാമിൻ്റെ ചോദിച്ചു വരുന്നൊരു എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ, പിന്നെ ഈ ഒരു ഘട്ടത്തിൽ എന്തിനാണ് നമ്മൾ IIT ജാം അഥവാ ഗേറ്റ് പോലുള്ള എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത, അങ്ങനെ ഒരു ചുരുക്കം 3 കാര്യങ്ങളൊന്ന് വേഗം ഏറിയ 40 മിനിറ്റ് ഒന്ന് പറഞ്ഞു നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെർച്വൽ മീറ്റിൻ്റെ ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ, ഇപ്പോൾ വെർച്വൽ മീറ്റ് വഴിയാണെങ്കിലും ഇനി ഒരു വെർച്വൽ സെമിനാറൊക്കെ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഒരു പരിസരത്തിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്, കേൾക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഗേറ്റിൻ്റെയും അതുപോലെ ജാമിൻ്റെ എക്സാമിൻ്റെ ഡൈനാമിക്സിനെ പറ്റിയാണ് ആദ്യ ഭാഗം പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എക്സാമിൻ്റെ ഡൈനാമിക്സ് ആണ് പറയുന്നത്. തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും നെറ്റിലെ പരിധി ഒരു അവരുടെ ജാമിൻ്റെയും ഗേറ്റിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ലഭിക്കാവുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് കണ്ണോടിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്കിലും എക്സാം എന്താണെന്നൊന്ന് പ്രഥമദൃഷ്ടിയ പറയണം എന്നുള്ളത് കൊണ്ട് ആദ്യമേ ഒന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ IIT ജാം 2021 ജാം എന്നുള്ളത് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഫുൾ ഫോം ഒരു ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്നാണ്. ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് ഇൻ MSc. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലെ ലീഡിങ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള നമുക്കൊരു 20ഓളം IITs നമുക്ക് ഇന്ത്യയിലുണ്ട്. അതായത് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്ന IISc എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് ബാംഗ്ലൂർ, IISc, പിന്നെ നമ്മുടെ 20 IITകൾ, പിന്നെ 4-5 സ്ലൈഡ് ഷോ ആക്കാവോ സർ? സ്ലൈഡ് ഷോ. വൺ സെക്കൻഡ്. ഓക്കെ, അപ്പം പറഞ്ഞല്ലോ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലീഡിങ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അതുകൂടാതെ 20ഓളം IITകൾ, ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ IIT പാലക്കാട് ഉൾപ്പെടെയുള്ള 20ഓളം IITകൾ, പിന്നെ 4-5 ഐസറുകൾ നമുക്ക് ഇന്ത്യയിലുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഐസറുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഐസർ മൊഹാലി ഉണ്ട്, ഭോപ്പാലുണ്ട്, ഭുവനേശ്വർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐസറുകൾ, പിന്നെ അതുകൂടാതെ 8-9 NITകൾ നമുക്കുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. ഇത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള MSc ജോയിന്റ് MSc PhD അല്ലെങ്കിൽ MSc PhD 12 ഡിഗ്രി, ഈ 3 പ്രോഗ്രാമുകളിലേക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷനാണ് IIT ജാം. നിങ്ങൾക്ക് അറിവുള്ളതാണ്.
എല്ലാ വർഷവും ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തി വരാറ്. 2021 നടക്കുന്നത് ഫെബ്രുവരി 14 ഞായറാഴ്ചയാണ് നടക്കുന്നത്. ഇത്തവണത്തെ IIT ജാം ഓർഗനൈസ് ചെയ്യുന്നത് IISc ബാംഗ്ലൂരാണ്. അതിന്റെ ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞ പോലെ ടു പ്രൊവൈഡ് അഡ്മിഷൻ ടു MSc 2 വർഷം, ജോയിന്റ് MSc PhD അത് PhD എടുക്കുന്ന ടോപ്പിക് അനുസരിച്ച് വേരി ചെയ്യാം. പിന്നെ അതുപോലെ MSc PhD ഡുവൽ ഡിഗ്രി, മറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് IITസിലും NITസിലും ISRലും എല്ലായിടത്തും. ഈ MSc PhD ഡുവൽ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വൺസ് ഈ IIT ജാം എക്സാമിനേഷന് നിങ്ങൾ ഉയർന്ന റാങ്കുകൾ വാങ്ങുമ്പോൾ, അതായത് ഒരു 100നും മുകളിലേക്കൊക്കെ റാങ്കുകൾ വാങ്ങുന്ന ടോപ്പ് മോസ്റ്റ് റാങ്കേഴ്സിനെ അവർ സെലക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഡുവൽ ഡിഗ്രി പ്രോഗ്രാംസിനാണ്. അപ്പോൾ വൺസ് MScക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, ഒരു ആദ്യത്തെ 3 സെമസ്റ്റർ കഴിയുമ്പോൾ നിങ്ങളുടെ CGPA 8.5 അല്ലെങ്കിൽ അതിന് മുകളിലോ, അതായത് 85% മുകളിൽ സ്കോർ ചെയ്യുന്ന ആളുകളെയാണ് അവർ ഓട്ടോമാറ്റിക്കലി PhDയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. അല്ലാത്തവരെ MSc കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റും കൂടി നടത്തി, ഒരു എൻട്രൻസ് ടെസ്റ്റും കൂടി നടത്തിയാണ് സെഗ്രിഗേറ്റ് ചെയ്യുക. അപ്പൊ ഈ 3 കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ജാം പൊതുവെ നടത്തപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ എക്സാം പാറ്റേണിലേക്ക് വരാം. ഒബ്വിയസ്ലി ഇപ്പൊ എല്ലാ എക്സാമിനേഷൻസും നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പഴയ OMR ടെസ്റ്റ് PSC മാത്രമാണ് നമുക്ക് ചെയ്തു വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 3 മണിക്കൂറത്തെ പരീക്ഷയാണ്. ടോട്ടൽ 100 മാർക്കാണ് അതിനുള്ളത്. 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എൻ്റയർ പേപ്പർ ഈസ് ഡിവൈഡഡ് ഇൻടു 3 സെക്ഷൻസ്. 3 സെക്ഷൻസ് ആണുള്ളത്, എയും ബിയും സിയും. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ്സ് 30 സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. MCQs ആണ് 30 MCQs ആണ്. സിംഗിൾ ആൻസർ ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടാവും ABCDയിൽ. ഒറ്റ ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് 1 മാർക്ക് സിംഗിൾ ആൻസറും ഉണ്ട്, 2 മാർക്കിന്റെ സിംഗിൾ ആൻസറും ഉണ്ട്. പിന്നെ സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 10 മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരേ ക്വസ്റ്റ്യന് തന്നെ ഒന്നോ അതിൽ കൂടുതലോ ആൻസർ വരാം. അപ്പോൾ ABCD എന്നുള്ളതിൽ ചിലപ്പോൾ 4 ആൻസർ ആയിട്ട് വരാം. അപ്പോൾ എയും ബിയും സിയും ഡിയും നിങ്ങൾ മാർക്ക് ചെയ്യണം. ചിലപ്പോൾ 2 വരാം, എയും ഡിയും മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എയും സിയും മാർക്ക് ചെയ്യണം. അങ്ങനെ അതാണ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. അത് 10 ഉള്ളത്, ഓരോന്നും 2 മാർക്ക് വീതം അതിനുണ്ട്. ഏറ്റവും സെക്ഷൻ സിയിൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്. അത് 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഒരു ന്യൂമറിക്കൽ ആൻസർ വെർച്വൽ കീബോർഡ് വഴി എൻ്റർ ചെയ്യണം. 0 ആകാം, 1 ആകാം, ഏത് നമ്പർ വേണമെങ്കിലും ആകാം. അത് ഏറ്റവും റൗണ്ടഡ് ടു ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെസിമൽ ഡിജിറ്റ് റൗണ്ട് ചെയ്യുന്ന ആൻസറിനാണ് അവർ മാർക്ക് കിട്ടുക. ഒരു ചെറിയൊരു എറർ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും ചില ക്വസ്റ്റ്യൻസിനൊക്കെ. ശരി, അപ്പൊ ഈ ഇങ്ങനെയാണ് 60 ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സെക്ഷൻ എക്ക് മാത്രം. അതായത് സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ബാക്കി സെക്ഷൻ ബിക്ക് ആയാലും സെക്ഷൻ സിക്ക് ആയാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് പറയാറ് സെക്ഷൻ ബിയും സെക്ഷൻ സിയും ആദ്യം അറ്റൻഡ് ചെയ്യുക. അത് ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടുപോകാതെ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ശേഷം സെക്ഷൻ എയിലേക്ക് വരിക. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള, അല്ലെങ്കിൽ ഒരു 50-50 ചാൻസ് എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ്, ഒന്നും അറിയാത്ത ക്വസ്റ്റ്യൻസ് വെറുതെ മാർക്ക് ചെയ്താൽ നെഗറ്റീവ് മാർക്കിംഗ് കൂടുകയുള്ളൂല്ലോ. അപ്പൊ ഈ സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ഉണ്ട്, 2 മാർക്കിന്റെ ഉണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചാൽ 1/3 ഡിഡക്ട് ചെയ്യും. 2 മാർക്കിന്റെ തെറ്റിച്ചാൽ 2/3 മാർക്സ് ഡിഡക്ട് ചെയ്യും. അതാണ് നെഗറ്റീവ് മാർക്കിംഗ്. സെക്ഷൻ എക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ഇനി അതിന്റെ സിലബസും അതുപോലെ തന്നെ ഓരോ സിലബസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റേജും 2019, 18, 17 വർഷങ്ങളിൽ കാണുന്ന ഒരു സബ്ജക്റ്റിന്റെ ഒക്കെ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രൈമറിലി ഇത് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരോ ആണ് ഈ എക്സാമിനേഷൻ എഴുതുന്നത്. ഇപ്പോ ഏറ്റവും റീസെന്റ് ആയിട്ട് PGക്ക് പഠിക്കുന്ന കുട്ടികൾ പോലും IIT ജാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ PhD ഡുവൽ ഡിഗ്രി ഉള്ളതുകൊണ്ടും ജോയിന്റ് PhDക്കൊക്കെ ചേരാം എന്നുള്ളത് കൊണ്ടും MScക്കാർ പോലും ഇത് എഴുതുന്നുണ്ട്. അപ്പോ ബേസിക്കലി ഇത് കാറ്റർ ചെയ്യുന്നത് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ ഡിഗ്രി പാസ് ഔട്ട് ആയിട്ട് 1 വർഷം ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്തിരുന്ന് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഡിഗ്രിക്കുള്ള പോർഷൻസ് ആണ് ഇതിന്റെ സിലബസ് ആയിട്ട് കവർ ചെയ്യുക. നിങ്ങളിപ്പോ നിങ്ങളുടെ 5th സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിയൽ അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആ 3 പേപ്പറും ഉണ്ട്. നിങ്ങൾ 6th സെമ്മിൽ പഠിക്കാൻ പോകുന്ന ലീനിയർ ഓൾജിബ്ര ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം നിങ്ങൾ സെക്കൻഡ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസും ഉണ്ട്, ഇന്റഗ്രൽ കാൽക്കുലസും ഉണ്ട്, വെക്ടർ കാൽക്കുലസും ഉണ്ട്. ഏറ്റവും കൂടുതൽ മാർക്കിംഗ് ഉള്ളത്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഉദ്ദേശം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് റിയൽ അനാലിസിസിനും അതുപോലെ തന്നെ കാൽക്കുലസിനുമാണ്. കാൽക്കുലസ് നിങ്ങൾ പഠിച്ച തോമസ് കാൽക്കുലസ് ഭംഗിയായിട്ട് പഠിക്കുകയും
ഷാം സീരീസ് പോലെയുള്ള ടെക്സ്റ്റുകൾ എടുത്ത് ആ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു 60% മാർക്ക് കാൽക്കുലസിൽ നിന്നും റിയൽ അനാലിസിസിൽ നിന്നും മാത്രം സ്കോർ ചെയ്യാൻ കഴിയും. ശേഷമാണ് ലീനിയറിനും അബ്സ്ട്രാക്റ്റിനും പോളിക്കും വരുന്ന മാർക്കുകൾ. എല്ലാത്തിലും വലിയ വേരിയേഷൻ ഇല്ലാതെ എല്ലാ വർഷവും ഏതാണ്ട് ഈ ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ റിയലും കാൽക്കുലസും ആണ് മെയിൻ ട്രസ്റ്റ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. ശേഷം ലീനിയർ എളുപ്പം സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. തേർഡ് ഇയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അബ്സ്ട്രാക്ട് ഓൾജിബ്ര നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ജാമിന്റെ ഒരു സിലബസും അതിന്റെ ഒരു മാർക്കിന്റെ ട്രസ്റ്റ്. ഇനി ജാമിന്റെ കാര്യങ്ങൾ അവിടെ വെച്ച് നിർത്തുകയാണ് തൽക്കാലം. ഇനി ഗേറ്റ് ഈ പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഒരു 5-6 വർഷം മുമ്പ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്, അതായത് ബിടെക് കഴിഞ്ഞവർക്ക് എംടെക്കിന് പോകാനോ അല്ലെങ്കിൽ MS-ന് പോകാനോ ഒക്കെയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ന രീതിയിലായിരുന്നു ഗേറ്റ് അറിഞ്ഞിരുന്നത്. പക്ഷെ ഗേറ്റ് പിന്നീട് ഈ ആർട്സ് സ്ട്രീമിൽ നിന്നും ഈവൻ കൊമേഴ്സ് സ്ട്രീമിൽ എക്കണോമിക്സ് പഠിച്ചു വരുന്ന ആളുകളെ പോയി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ കുറച്ചും കൂടി ഗേറ്റിന്റെ ആംബിറ്റ്യൂഡ് വൈഡൻ ചെയ്തു. അതായത് ഇപ്പോ ഗേറ്റ് ഈ പറഞ്ഞ പോലെ MSc ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്ക്, MSc സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ MSc കഴിഞ്ഞ കുട്ടികൾക്ക് ഗേറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇൻ മാത്തമാറ്റിക്കൽ സയൻസസിൽ ഗേറ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ ഗേറ്റ് അത് ഫെബ്രുവരിയിലാണ് നടത്തപ്പെടുക. എക്സാക്ട്ലി അവർ ഹോൾ ടിക്കറ്റ് അനുസരിച്ച്, മീൻസ് ഈ ഓൺലൈൻ ടെസ്റ്റ് ആയതുകൊണ്ട് എക്സാം സെന്ററിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഫെബ്രുവരി 5 ശനിയാഴ്ച മുതൽ ഫെബ്രുവരി 14 ഞായറാഴ്ച വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ നമുക്കൊരു ഷിഫ്റ്റ് അലോട്ട് ചെയ്യാണ് പതിവ്. ഇത്തവണ ഗേറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് IIT ബോംബെ ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. വേരിയസ് അണ്ടർ ഗ്രാജുവേറ്റ് സബ്ജക്ട്സ് ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ആർക്കിടെക്ചർ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ സബ്ജക്ട്സ് ഇൻ ആർട്സ്, കൊമേഴ്സ് ആൻഡ് സയൻസ്. MSc ഗേറ്റ് പൂർണ്ണമായിട്ടും നമ്മളെ ഒരു മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം MSc മാത്തമാറ്റിക്സുകാർക്കാണ് അറ്റൻഡ് ചെയ്യാൻ കഴിയുക. അതും എക്സാം പാറ്റേൺ ഇതുപോലെ തന്നെയാണ്. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. അതിനകത്ത് മൊത്തം 65 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 65 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ 10 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ഒരു ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും, പാസേജ് വായിച്ചിട്ട് ഉത്തരം നൽകുന്ന രീതിയിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രാമർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഒരു 5 ക്വസ്റ്റ്യൻ എലമെന്ററി മാത്തമാറ്റിക്സ് ആണ്. +2 വരെ നിങ്ങൾ പഠിക്കുന്ന എലമെന്ററി മാത്തമാറ്റിക്സ് ആണ്, ബാങ്ക് ടെസ്റ്റിനൊക്കെ ചോദിക്കുന്ന പോലത്തെ എലമെന്ററി ക്വസ്റ്റ്യൻസ്. ശേഷം റെസ്പെക്റ്റീവ് സബ്ജക്റ്റിൽ നിന്ന് വരുന്നത് ശേഷം 55 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൊത്തം 65 ക്വസ്റ്റ്യനിൽ 55 ക്വസ്റ്റ്യൻ ആണ് സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. ബാക്കി എണ്ണം ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസിന് 15 മാർക്കും റെസ്പെക്റ്റീവ് സബ്ജക്റ്റിന് 85 മാർക്കാണ് ഉള്ളത്. ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് ഒന്നുമില്ല, കമ്പൈൻഡ് ആയിട്ട് 100 മാർക്കിലാണ് ഒരു കട്ട് ഓഫ് വരാറ്. മോസ്റ്റ് പ്രോബബ്ലി അറൌണ്ട് 25 മാർക്സ് ആണ് ഗേറ്റിന് ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ജാമിന് ഞാൻ കട്ട് ഓഫ് പറയാൻ മറന്നുപോയി. ജാമിന് ഈ പറഞ്ഞ പോലെ 20-നും 25-നും ഇടയിലാണ് കട്ട് ഓഫ് വരാറ്. പക്ഷെ കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂടിയതുകൊണ്ടും മറ്റുമൊക്കെ ആയിരിക്കാം 30 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2020 കഴിഞ്ഞ 2020 ഫെബ്രുവരിയിൽ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് 30 മാർക്കിന് എടുത്തായിരുന്നു. ഇവിടെയും ജാമിന്റെ പോലെ തന്നെ സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQ, പിന്നെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതിനകത്തൊരു കൃത്യം ആയിട്ട് നമുക്കൊരു പാറ്റേൺ പറയാൻ പറ്റാറില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിൾ ചെയ്താണ് ഇടാറ്. അതുകൊണ്ട് ജാമിനകത്ത് പറയുന്ന പോലെ ഒരു സ്ട്രക്ചർ ഇത് കീപ്പ് ചെയ്യുള്ള നിർബന്ധമില്ല. അതുകൊണ്ടാണ് എത്ര ക്വസ്റ്റ്യൻ ഇത്ര ഭാഗത്തുനിന്ന് വരുന്നു എന്ന് ഞാൻ പറയാത്തത്. അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്ക് ഇല്ല, മൾട്ടിപ്പിൾ സെലക്ടിനും നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് ഉള്ളത് സിംഗിൾ ആൻസർ ക്വസ്റ്റ്യൻസിന് മാത്രമാണ്. ശരി, ഇനി അതിന്റെ സിലബസ് തീർച്ചയായിട്ടും PGക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ MScക്ക് പഠിക്കുന്ന ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരീക്ഷയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ PGയിൽ പഠിക്കുന്ന ജാമിന്റെ സിലബസിനോട് ചേർക്കപ്പെടുന്നത് PGയിൽ പഠിക്കുന്ന കുറച്ച് പേപ്പേഴ്സും കൂടി ഇവിടെ ചേർക്കപ്പെടും. അധികമായിട്ട് കോംപ്ലക്സ് അനാലിസിസ് വരും, ഫങ്ഷണൽ അനാലിസിസ് വരും, ന്യൂമറിക്കൽ അനാലിസിസ് വരും, ടോപ്പോളജി വരും, പാർഷ്യൽ ഡിഫറൻഷ്യലിക്കേഷൻ വരും, ഓർഡിനറി ഡിഫറൻഷ്യലിക്കേഷൻ കൂടാതെ പാർഷ്യൽ ഡിഫറൻഷ്യലിക്കേഷൻ വരും, പിന്നെ LPP ലീനിയർ പ്രോഗ്രാമിംഗ് വരും. അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ മാത്തമാറ്റിക് പേപ്പേഴ്സും വരും. പക്ഷേ ഈ നെറ്റ് JRF പോലെയുള്ള എക്സാമിനേഷൻസിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം അല്പം താഴെയായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. ഏതാണ്ട് ജാമിന്റെ അതേ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. പിന്നെ സിലബസ് കുറച്ച് വൈഡാണെന്ന് മാത്രം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുമ്പോൾ
ഏതാണ്ട് എല്ലാ ടോപ്പിക്കും ഒരേപോലെ തന്നെ, അതായത് 55 ക്വസ്റ്റ്യൻസ് ആണ് റെസ്പെക്റ്റീവ് സബ്ജക്ട്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് എല്ലാ ടോപ്പിക്കിൽ നിന്നും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് തന്നെയാണ് ചോദിക്കാറ്. ഒരു സബ്ജക്റ്റിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഈ പലപ്പോഴും JRF നെറ്റ് എക്സാമിനൊക്കെ ഫണ്ടമെന്റൽ പേപ്പേഴ്സ് എന്ന് പറയുന്ന റിയൽ അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ് മാത്രം, ഈ 4 പേപ്പർ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ JRF കിട്ടുന്ന, എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്, അങ്ങനെ പഠിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഗേറ്റിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സെലക്ഷൻ പോസിബിൾ അല്ല. ഓൾമോസ്റ്റ് സിലബസ് ഒരു 7-8 പേപ്പറുകളെങ്കിലും പഠിച്ചിട്ട് പോയാലാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തിനാണ് ഗേറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഒരു 6-7 വർഷം മുമ്പ് വരെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മാത്രം എക്സ്ക്ലൂസീവായി എൻട്രൻസ് പരീക്ഷയായിട്ട് ഇരുന്ന ഗേറ്റിന്റെ ആംബിറ്റ് വൈഡൻ ചെയ്തു. അത് ആർട്സ് സബ്ജക്ട് എഴുതുന്നവർക്കും ഈവൻ കൊമേഴ്സ് സബ്ജക്ട് എഴുതുന്നവർക്കും ഒക്കെ ആയിട്ട് വൈഡൻ ചെയ്യുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. ഇപ്പൊ ഈ മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് വളരെ റെയർ ആയിട്ട് ആളുകൾ M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം IIT-കളിലേക്കുള്ള അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്ത പല കോഴ്സുകളും, പ്രത്യേകിച്ചും കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്ഥാപനങ്ങളായതുകൊണ്ട് അവര് ഇപ്പൊ 2 വർഷത്തിനിടയ്ക്ക് ഒരുമാതിരി എല്ലാ IIT-കളിലും തന്നെ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പോലെയുള്ള നൂതന സാങ്കേതിക കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പങ്കുചേരാൻ, അതിൽ സയൻസ് സ്ട്രീമിനും അതിനകത്തേക്ക് കുട്ടികളെ കൊണ്ടുവരാനൊക്കെയാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും MSc മാത്സ് കഴിഞ്ഞ ഒരാൾക്ക് M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാനും അതുവഴി ഡാറ്റ സയൻസിലേക്കൊക്കെ പോകാനും ഇത് ഉപയോഗിക്കാം. ഒരു പോസിബിലിറ്റി അതാണ്. 2, IIT-യിലും NIT-യിലും ഒക്കെ ഈ പറഞ്ഞ പോലെ PhD-ക്ക് ഉള്ള മിനിമം എലിജിബിലിറ്റി ഐദർ യു മസ്റ്റ് ക്വാളിഫൈ ഇൻ ദ ഗേറ്റ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ JRF ഫെലോഷിപ്പ്. JRF കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള എക്സാമിനേഷൻ ആണ്. ഏതാണ്ട് നിങ്ങൾക്കറിയാം 10,000-40,000 പേര് ഒരു വർഷം അറ്റൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് JRF. അതിനകത്ത് 100-150 പേർക്ക് മാത്രമാണ് JRF കിട്ടുക, 10-300 പേർക്ക് നെറ്റ് കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ അപ്പൊ അത് ഒത്തിരി കോമ്പറ്റീഷൻ കൂടുതലുള്ള പരീക്ഷ ആയതുകൊണ്ട് പലപ്പോഴും പലരും ഒരു ഷോർട്ട് കട്ടായിട്ട് സ്വീകരിക്കുന്നത് ഗേറ്റ് ആണ്. ഗേറ്റ് ക്വാളിഫൈ ചെയ്യാൻ താരതമ്യേന എളുപ്പമായതുകൊണ്ട് അത് ക്വാളിഫൈ ചെയ്ത് PhD-ക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ വാങ്ങാൻ കഴിയും. ചില പറഞ്ഞ പോലെ ഭൂരിഭാഗം IIT-കളും ഒരു ഗേറ്റ് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കോൾ ലെറ്റർ ലഭിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വാലിഡ് ഗേറ്റ് സ്കോർ ഉള്ള ആൾക്ക്, ഒരിക്കൽ നിങ്ങൾ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് വാലിഡിറ്റി ഉള്ള ഒരു ഗേറ്റ് സ്കോർ കാർഡ് നിങ്ങൾക്ക് കിട്ടും. അതിന്റെ വാലിഡിറ്റി തീരുന്നത് വരെ നിങ്ങൾക്ക് ഇപ്പൊ സെൻട്രൽ PUCS, ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ONGC-യിൽ MSc മാത്തമാറ്റിക്സിൽ ഗേറ്റ് സ്കോർ കാർഡ് ഉള്ള ആളുകളെ അവർ പ്രത്യേകതരം പോസ്റ്റിലേക്ക് അവരുടെ എക്സ്പ്ലോറേഷൻ റിവ്യൂകളിലേക്ക് പ്രത്യേകതരം പോസ്റ്റ് ക്ഷണിക്കുന്നുണ്ട്. DRDO ക്ഷണിക്കുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി DST ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ചില സെൻട്രൽ സെക്ടർ PSUs ഈ വാലിഡ് ഗേറ്റ് സ്കോർ പ്രോസസ് ചെയ്യുന്ന ആളുകളെ സയന്റിസ്റ്റ് B, സയന്റിസ്റ്റ് C, സയന്റിസ്റ്റ് ഗ്രേഡ് ഇങ്ങനെയുള്ള ചില കോഴ്സുകളിലേക്ക് ഇങ്ങനെയുള്ള ചില ജോലികളിലേക്ക് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നുണ്ട്. അതാണ് ഗേറ്റ് എക്സാമിനേഷന്റെ സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്രസന്റേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പൊ ഇതാണ് ഒരു എക്സാമിന്റെ ഡൈനാമിക്സ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒരു സെക്കൻഡ്. ഇനിയിപ്പോ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ് ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജാം ശരാശരി BSc ഫൈനൽ ഇയറിന് പഠിക്കുന്നവരും PSc കഴിഞ്ഞിട്ടുള്ള ആളുകളും റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. കഴിഞ്ഞ ഒരു റീസെന്റ് ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ ഉദ്ദേശം 15,000 പേരാണ് ഈ പരീക്ഷ എഴുതുന്നത്. 15,000-ഓളം ആളുകൾ ഈ പരീക്ഷ എഴുതുന്നു. അതിനകത്ത് ആദ്യത്തെ 1000 റാങ്കിൽ വരുന്നവർക്കൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടും. അതിന് പുറകെ റാങ്ക് വരുന്ന ആളുകളുടെ കാര്യത്തിൽ അറിയില്ല. ഈ പറഞ്ഞ പോലെ IITs-ലൊന്നും ഉറപ്പായിട്ടും കിട്ടില്ല. പിന്നെ NIT-യിൽ വല്ലതും കിട്ടിയാലോ, 1,500-ന് മുകളിലെങ്കിലും ഉണ്ടെങ്കിൽ NIT-യിലോ മറ്റെവിടെയെങ്കിലും കിട്ടിയെന്നിരിക്കാം. പിന്നെ ഏതാനും ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ജാമിന്റെ സ്കോർ കാർഡ് വെച്ച് ആളെ എടുക്കുന്നുണ്ട്. അതുകൂടാതെ കുസെറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ അവർ വേറെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ടൈ വരുമ്പോൾ അവർ ചോദിക്കുന്നത് ജാമിന്റെ സ്കോർ കാർഡ് പ്രോസസ് ചെയ്യുന്നുണ്ടോ, ജാം ക്വാളിഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇത് കൂടാതെ മറ്റ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. CMI, ചെന്നൈയിലുള്ള CMI, കൽക്കത്തയിലുള്ള ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈയിൽ തന്നെയുള്ള IMSC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസ്, ഇങ്ങനെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാത്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവർ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ് നടത്തുക. അപ്പോൾ നിങ്ങൾ വൺസ് ഈ ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഗുണം, ഈവൻ ഇഫ്
ജാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ എഫേർട്സ് എവിടെയെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ശരി, അപ്പൊ ഇനി രണ്ടാമത്തെ ഘട്ടം ജാമിന് വരുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ. ഒരു എക്സാമ്പിൾ, ഒരൊറ്റ ചോദ്യം ആണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ അടുത്ത കാലത്ത് ഗേറ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാണ്. പെയിന്റിന്റെ പിന്നെ ടാബില് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാമോ എല്ലാവർക്കും? സാമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ ജാം ഓർ ഗേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കാണാമോ എന്നല്ല, വിസിബിൾ ആണോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. Consider the following statements. The set G equal to matrix of the type AAAA 2x2 matrix ആണ്. എല്ലാ എൻട്രീസും സെയിം ആണ്. നോൺ സീറോ റിയൽസ് ആണ് എല്ലാ എൻട്രിയിലുള്ളത്. ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. ദിസ് പർട്ടിക്കുലർ സെറ്റ് ഫോംസ് എ ഗ്രൂപ്പ് അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. There exists a finite cyclic group G that contains two distinct subgroups H1 and H2, each having order 4. There exists a finite cyclic group G that contains two distinct subgroups H1 and H2, each having order 4. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 only ആണോ, 2 only ആണോ, both 1 and 2 ആണോ, neither 1 nor 2 ആണോ? ഈ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങളൊന്ന് ആലോചിക്കുക. എന്തെങ്കിലും ഐഡിയ ഉള്ളവർക്ക് ഓഡിയോ ഓൺ ആക്കി ഷെയർ ചെയ്യാം. ഞാൻ പറയുന്നത് മണ്ടത്തരമായി പോകുക എന്നുള്ള ധാരണയൊന്നും വേണ്ട. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, G equal to AAAA. ഇങ്ങനെയുള്ള മെട്രിക്സുകൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? ഒരു പ്രൈമറി ഇൻട്യൂഷൻ എന്താണ് എല്ലാവരുടെയും? ഞാൻ മനസ്സിലാക്കുന്നത് ഡിഗ്രിക്കാർ മാത്രമല്ല PGക്കാരും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, ശരിയായാലും കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരി, ആരും പറയില്ല എന്ന് ബന്ധുബുദ്ധിയിലിരിക്കുകയാണ്. എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ, പെട്ടെന്ന് നിർത്തണം എന്നുള്ളതുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു 2x2 ഈ ഫോമിലിരിക്കുന്ന ഒരു 2x2 മെട്രിക്സ് അണ്ടർ ദി ഓപ്പറേഷൻ ഇൻ ജനറൽ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മെട്രിക്സുകൾ മാത്രം കൺസിഡർ ചെയ്യേണ്ട. ABCD എന്ന് പറയുന്ന 2x2 മെട്രിക്സ് എടുക്കുക. അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ 2x2 മെട്രിക്സിനും എന്തില്ല, ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓൺലി ദോസ് മെട്രിക്സസ് ഹാവിങ് എ നോൺ സീറോ ഡിറ്റർമിനന്റ്, അതിന് മാത്രമാണ് എന്തുള്ളൂ, ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഡ്യൂഷൻ, നമ്മുടെ ഫസ്റ്റ് തോട്ട് ഇതൊരു ഗ്രൂപ്പ് ആവില്ല എന്ന് തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിക്കും ഇങ്ങനെ ഒരു മെട്രിക്സ് ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു റോ മറ്റൊരു റോയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ സെയിം തന്നെയാണെന്നുള്ളത് കൊണ്ട് അത് അതിന്റെ ഡിറ്റർമിനന്റ് 0 എന്ന് കിട്ടും. അങ്ങനെയുള്ള മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാകില്ല, അതുകൊണ്ട് അത് ഗ്രൂപ്പ് ആകില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇനിയാണ് പക്ഷേ ആ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. നമ്മുടെ പർട്ടിക്കുലർ സെറ്റിനകത്ത് ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന മെട്രിക്സുകൾ മാത്രമേ ഉള്ളൂ. ജനറൽ മെട്രിക്സ് തിയറി എന്താണെന്നോ ഇങ്ങനെയുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താണെന്നോ നമ്മളോട് ചോദിച്ചിട്ടില്ല. ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന മെട്രിക്സുകൾ മാത്രം എടുത്തു നോക്കുമ്പോൾ ഫുൾ സെറ്റിനെ പറ്റി നമ്മൾ അവെയർ അല്ല. ബാക്കിയുള്ള ഹോൾ സ്പേസ് ഓഫ് മെട്രിക്സ് × R എന്ന് പറയുന്ന ഫുൾ സെറ്റ് നമ്മൾ വിട്ടുകളയുക. ഈ ഒരു സ്ട്രക്ചർ മാത്രം കീപ്പ് ചെയ്യുന്ന, ഈ ഒരു സ്പെസിഫിക് സ്ട്രക്ചർ മാത്രം കീപ്പ് ചെയ്യുന്ന സെറ്റുകൾ അണ്ടർ ദി ഓപ്പറേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമോ? അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണം. ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, A എന്ന് പറയുന്ന മെട്രിക്സും അതുപോലെ തന്നെ B എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് നോക്കുക.
ചെയ്തു നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞാനത് ചെയ്തിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതേ സ്ട്രക്ചറിലുള്ള രണ്ട് മെട്രിക്സുകൾ എടുക്കുന്നു. ഒന്ന് എ എ എ അതുപോലെ ബി 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 ബി. രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അറിയാം. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി ആണ്. എ ബി പ്ലസ് എ ബി. ഫസ്റ്റ് എൻട്രി 2ab എന്ന് വരും. സെക്കൻഡ് എൻട്രി എല്ലാ എൻട്രിയും 2ab എന്ന് വരും. കണ്ടീഷൻ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ആ എൻട്രി എല്ലാം എന്തായിരിക്കണം, നോൺ സീറോ എൻട്രീസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എ നോട്ട് ഈക്വൽ ടു 0 ആണ്, ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ 2ab എന്ന് പറയുന്ന സാധനം ഒബ്വിയസ്ലി എ നോട്ട് ഈക്വൽ ടു 0 ആണ്, ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്, 2ab നോട്ട് ഈക്വൽ ടു 0 ആണ്. പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതേ സ്ട്രക്ചറിൽ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ മെട്രിക്സിന്റെ സ്ട്രക്ചർ സെയിം തന്നെയാണ്, എല്ലാ എൻട്രീസും സെയിം ആണ്. ഒബ്വിയസ്ലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അസോസിയേറ്റീവ് ആയിട്ടാണ്. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി രണ്ടെണ്ണം, റിമൈനിങ് രണ്ടെണ്ണം ഐഡന്റിറ്റിയും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന മെട്രിക്സ് ഇൻറ്റു പി ബി ബി ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ കിട്ടണം, ആ മെട്രിക്സ് തന്നെ കിട്ടണം. എന്നാലാണ് നമുക്ക് ഈ ഒരു മെട്രിക്സ്, അതായത് ബി 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 എന്ന് പറയുന്ന മെട്രിക്സ് ഐഡന്റിറ്റി ആയിരുന്നെങ്കിൽ എന്താണ് സംഭവം, എ ഇൻറ്റു എ ഡോട്ട് ഇ ഈക്വൽ ടു എ എന്ന് കിട്ടണം. ശരി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ബി ഉൾക്കൊള്ളുന്ന മെട്രിക്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 2ab 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 ആണ് കിട്ടുക, വിച്ച് സെയിം ആസ് എ എ എ എ. അപ്പോൾ ഒരു രണ്ട് മെട്രിക്സുകൾ സെയിം ആകണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രീസും സെയിം ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 2ab ഈക്വൽ ടു എ ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്. സോ ബി ഈക്വൽ ടു a by 2a എന്ന് പറഞ്ഞാൽ 1/2 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഓരോ എൻട്രിയും 1/2 ആകുന്ന മെട്രിക്സ് ഈ ഫാമിലിക്ക് എന്തായിട്ട് ആക്ട് ചെയ്തോളും, ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് ആക്ട് ചെയ്തോളും. 1/2 1/2 1/2 1/2 എന്ന് പറയുന്ന മെട്രിക്സ് ഈ പർട്ടിക്കുലർ ഫാമിലിക്ക് എല്ലാ എൻട്രീസും സെയിം ആകുന്ന 2/2 മെട്രിക്സിന്റെ ഫാമിലിക്ക് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് ഈ മെട്രിക്സ് ആക്ട് ചെയ്തോളൂ. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒന്നുകൂടി ഉള്ളൂ ഇൻവേഴ്സ് ഉണ്ടോ എന്നുള്ളത്. അത് എ എ എ എ ഇൻറ്റു ബി 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 എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ, അതായത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി എന്ന് കിട്ടണം. ഐഡന്റിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം ഓരോ എൻട്രിയും 2ab എന്നാണ് കിട്ടുക. അപ്പോൾ 2ab ഈക്വൽ ടു 1/2 എന്ന് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യണം. കാരണം സെയിം എൻട്രീസ് കറസ്പോണ്ടിങ് എൻട്രീസ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ബി ഈക്വൽ ടു നിങ്ങൾക്ക് 1/4 എന്ന് കിട്ടും. എ നോട്ട് ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് 1/4 നോട്ട് ഈക്വൽ ടു 0 ആണ്. ചുരുക്കത്തിൽ ഇൻവേഴ്സ് എന്താ കിട്ടുക, ഓരോ എൻട്രിയും 1/4 ആകുന്ന മെട്രിക്സ് അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 4 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സ് ഈ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന മെട്രിക്സുകളുടെ ഫാമിലി ഒരു ഗ്രൂപ്പ് ആകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന മെട്രിക്സുകൾ ഒരു ഗ്രൂപ്പിന്റെ ഫാമിലി ഫോം ചെയ്യും, ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ഫോം ചെയ്യും. ശരി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കൂടി നോക്കണം. തന്നിരിക്കുന്നത് there exists a finite cyclic group G that contains two distinct subgroups H1 and H2, each having order 4. ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന്റെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. അതായത് ഓർഡർ, ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണെന്ന് എനിക്കറിയില്ല, നമ്മളെ ബാധിക്കുന്ന കാര്യവുമല്ല. പക്ഷെ അതിന് 2 സബ് ഗ്രൂപ്പുകളുണ്ട്, 2 ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പുകളുണ്ട്. ഡിസ്റ്റിങ്ക്ട് എന്നുള്ള വാക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പുകളുണ്ട്, രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പ് തിയറി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും പറയാമെങ്കിൽ എനിക്ക് സന്തോഷം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടി വരും. ഏത് തിയറമാണ് യൂസ് ചെയ്യേണ്ടതെന്നെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മളിങ്ങനെ ഒരു ചർച്ച വയ്ക്കുന്നത് കൊണ്ട് ചർച്ച വിജയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാൻ കാര്യം. ഒരു സൈക്ലിക് ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒത്തിരി തിയറംസ് അറിയാം. അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു തിയറം ഉണ്ട്. ആ തിയറം എങ്ങനെ അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും പറയുന്നുണ്ടോ?
ഇല്ല, ശരി, പോട്ടെ. നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പാണ്. ആ ഒരു തിയറമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം പറയുന്നത്, ഇപ്പോൾ പുതിയ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഫണ്ടമെന്റൽ തിയറം പറയുന്നത് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് സൈക്ലിക് ആണ്. ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ പാരന്റ് ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ അതിന്റെ ഓരോ സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും. അതായത് പാരന്റ് ഗ്രൂപ്പിന് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇതാണ്. മോറോവർ ഇഫ് ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈക്വൽ ടു എൻ ആണ്. അതായത് ജി എന്ന് പറയുന്നത് ഗ്രൂപ്പ് സൈക്ലിക് ആണ്. അതിനൊരു ജനറേറ്റർ ഉണ്ട്. നിങ്ങൾക്കറിയാം ജനറേറ്ററിന്റെ ഓർഡർ തന്നെയായിരിക്കും പാരന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ. അതിന്റെ ഓർഡർ എൻ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ദി ഓർഡർ ഓഫ് എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി, അങ്ങനെയാണെങ്കിൽ ജിയുടെ ഏത് സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സം ഡിവൈസർ ഓഫ് എൻ. ആൻഡ് കറസ്പോണ്ടിംഗ്ലി നേരെ തിരിച്ച് ഫോർ ഈച്ച് പോസിറ്റീവ് ഡിവൈസർ കെ ഓഫ് എൻ, എന്നിന്റെ ഓരോ പോസിറ്റീവ് ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് there exists exactly one subgroup. There exists, ഇതാണ് കീവേഡ്, exactly one subgroup of the order k. അതായത് പാരന്റ് ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓരോ സബ് ഗ്രൂപ്പിന്റെയും ഓർഡർ എന്തായിരിക്കും? അതിന്റെ പാരന്റ് ഗ്രൂപ്പിന്റെ ഓർഡറിന് ഡിവൈസർ ആയിരിക്കും. എന്ന് മാത്രമല്ല ഓരോ ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് എ യുണീക് വൺ ആൻഡ് ഓൺലി, എക്സാക്ട്ലി വൺ ആൻഡ് ഓൺലി ഒരു സബ് ഗ്രൂപ്പാണ് ഒരു ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. കെ എന്ന് പറയുന്ന ഡിവൈസർ ആണ്. ഓർഡർ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ആണ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ ഈ തിയറത്തിൽ രണ്ട് ഇംപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും. ഒന്ന്, നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ. ഒബിയസ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണും ഏത് സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്? സം ഡിവൈസർ ഓഫ് എൻ ആണ്. അപ്പൊ എത്ര ഡിവൈസേഴ്സ് എന്നിനുണ്ടോ അത്രയും സബ് ഗ്രൂപ്പ് എന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിന് ഉണ്ടാകും. രണ്ടാമത്തെ മെയിൻ പോസ്റ്റുലേറ്റ് ഇതാണ്. അതായത് ഓരോ ഡിവൈസറിനും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓർഡറിൽ ഒരൊറ്റ സബ് ഗ്രൂപ്പേ കാണുള്ളൂ. അതായത് if a group G has more than one distinct subgroup corresponding to a particular order, then the parent group cannot be cyclic. ഒരു ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരന്റ് ഗ്രൂപ്പ് സൈക്ലിക് അല്ല എന്ന് പറയാം. കാരണം സൈക്ലിക് ആയിരുന്നുവെങ്കിൽ ഒരു ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക് സബ് ഗ്രൂപ്പ് മാത്രമേ ഉണ്ടാകുകയുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു കീ കൺസെപ്റ്റ് ആണ്, അതായത് ആ തീറത്തിന്റെ ഈ കീ ഇംപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മടങ്ങി വരാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ജി ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജിക്ക് രണ്ട് ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പുകൾ ഉണ്ട് ഓഫ് ദ സെയിം ഓർഡർ. അപ്പൊ അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു ഗ്രൂപ്പിന് ഒരേ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഡിസ്റ്റിങ്ക്ട് സബ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ പാരന്റ് ഗ്രൂപ്പ് എന്താകില്ല? സൈക്ലിക് ആകില്ല. അതാണ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. ഫണ്ടമെന്റൽ തിയറത്തിന്റെ മേജർ ഇംപ്ലിക്കേഷൻ അതാണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫൈൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ ഫണ്ണുള്ളിയാണ്. ശരി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മെയിൻലി നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, സാമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കുന്നേ ഉള്ളൂ. ശരി. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതുപോലെയുള്ള എക്സാമിനേഷൻ, ജാം ആയിക്കോട്ടെ ഗേറ്റ് ആയിക്കോട്ടെ, അതിന് പ്രതീക്ഷിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും വരുന്ന അടുത്ത ചോദ്യം, അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക? എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിങ്ങൾക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ഏറെക്കുറെയൊക്കെ, ഞാൻ അതിന് ഡെറോഗേറ്ററി ആയിട്ട് സംസാരിക്കുകയല്ല, ഏറെക്കുറെയൊക്കെ നിങ്ങളുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ എന്തുമാത്രം തിയറം നിങ്ങൾ പഠിക്കുന്നു, അതിന്റെ കൺസ്ട്രക്ഷനുള്ള പ്രൂഫ് ആണെങ്കിൽ പോലും എന്തുമാത്രം നിങ്ങൾ അത് മെമ്മറൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു പരീക്ഷകൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ മെമ്മറി പവർ അല്ല അറിയേണ്ടത്. നിങ്ങൾക്ക് എന്തുമാത്രം ഒരു തിയറത്തിന്റെ ഇംപ്ലിക്കേഷൻ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ കഴിയും, അതിന്റെ കോൺവേഴ്സ് ചിന്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവരാൻ പറ്റുമോ. അപ്പൊ നിങ്ങളുടെ ഒരു ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അനലിറ്റിക്കൽ എബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള പരീക്ഷകൾ അളക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തോന്നുമെങ്കിൽ പോലും ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന തിയറത്തിന്റെ ഒക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒക്കെ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി സിലബസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആണെങ്കിൽ മിക്കവാറും കോളേജുകളിലൊക്കെ ഫസ്റ്റ് കോഴ്സ് ഇൻ അബ്സ്ട്രാക്ട് ഓൾജിബ്ര ജോൺ ബി ഫൈലയുടെ പുസ്തകമാണ് യൂസ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഭൂരിഭാഗം കുട്ടികളും ഇതിനെ പുസ്തകം കണ്ടിട്ട് പോലുമില്ല. കാരണം റെഡിമെയ്ഡ് ആയിട്ടുള്ള നോട്ടുകൾ ക്ലാസ്സിൽ തന്നെ കിട്ടുമ്പോൾ എന്തിനൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കണം എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അതിന് മെനക്കെടില്ല. പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കണം, ആ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം. അതിന്റെ വായിക്കുക മാത്രമല്ല, തിയറി പാർട്ട് വായിക്കുക എന്നുള്ളതല്ല,
അതിന്റെ പിന്നിൽ കാണുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അത് നിങ്ങൾ കൂട്ടുകാരായിട്ട് പങ്കുവെച്ച് ഷെയർ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അബ്സ്ട്രാക്ട് ആൾജിബ്ര ആണെങ്കിൽ ഞാൻ പറയും ഒന്നുകിൽ ജോൺ ബി ഫ്രൈലി എടുത്ത് പഠിക്കുക, അതല്ലെങ്കിൽ ജോസഫ് എ ഗാലിയന്റെ കോണ്ടംപററി അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ജാം മുതൽ ഗേറ്റ് നെറ്റ് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ ഭംഗിയായിട്ട് സബ്ജക്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എലിമെന്ററി പ്രോബ്ലം മുതൽ ഹയർ ലെവൽ പ്രോബ്ലം വരെ ഭംഗിയായിട്ട് സീക്വൻഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെവലിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. പുതിയതായിട്ട് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അടുത്ത പ്രോബ്ലം ചെയ്യാനും ആരോടെങ്കിലും കിട്ടാത്തത് ആരോടെങ്കിലും ചോദിക്കാനും ഒക്കെ. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്ട് ആൾജിബ്രയുടെ കേസിൽ പറയാനുള്ളത്. റിയൽ അനാലിസിസ് ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ബാർട്ടിലിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് നല്ല നല്ല ക്ലാസിക് പ്രോബ്ലംസ് അതിനകത്ത് കിടക്കുന്നുണ്ട്. മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രത്യേകിച്ചും ഡിഗ്രി ലെവലായിട്ടുള്ള ജാമിനും ഗേറ്റിനും ഒക്കെ തന്നെ ചോദിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊടുത്തിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് മിക്കവാറും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൺസ് യു ഗെറ്റ് അക്വൈന്റഡ് വിത്ത് ദി സ്ട്രക്ചർ ഓഫ് ദീസ് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷയൊന്നും നിങ്ങൾക്കൊരു വെല്ലുവിളിയാകില്ല. അപ്പൊ ആദ്യം ആ ടെക്സ്റ്റ് ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ലൈബ്രറിയിൽ പോകാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾക്കെല്ലാം ഈസിലി ഡൗൺലോഡ് ആണ് ഈ സാധനമൊക്കെ. ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഗാലിയൻ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള എഡിഷൻ വരെ കിട്ടും. പിന്നെ ഇതുപോലെ ബാർട്ടിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ്. പിന്നെ ലീനിയർ ആൾജിബ്ര ആണെങ്കിൽ സ്റ്റെഫാൻ ഫ്രെഡ്ബർഗിന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്തും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. പിന്നെ കാൽക്കുലസ് നിങ്ങൾ തോമസ് കാൽക്കുലസ് വെച്ച് നിങ്ങൾ ബേസിക്സ് പഠിച്ചു കാണും. അത് കഴിഞ്ഞെങ്കിൽ സ്വാം സീരീസിന്റെ 3000 സോൾവ് പ്രോബ്ലംസ് ഇൻ കാൽക്കുലസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം, പ്രാക്ടീസ് ചെയ്യാം. സോൾവ് പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്ത് പോകാം. അത് ശരിയായ രീതിയൊന്നും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ശരിയാണെന്ന് കിട്ടും. പിന്നെ അതിനകത്ത് സോൾവ് അല്ലാത്ത പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ സിമൻസിന്റെ പുസ്തകം കൊടുത്ത് അതിനകത്തുള്ള എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് ഇതിന് എല്ലാവരും ഇതിന് മുമ്പ് ഒരേ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങനെയൊക്കെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ശരി, അപ്പോൾ എക്സാമിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. എക്സാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ഡൈനാമിക്സ് പറഞ്ഞു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഇത് തന്നെ. അപ്പൊ അത് ഇപ്പോൾ പ്രത്യേകിച്ച് മാത്സ് ഫോറത്തിന്റെ വേദികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സാറ്റർഡേ എങ്കിലും എപ്പോഴെങ്കിലും ഒരു 2 മണിക്കൂർ കൂട്ടുകാർ താല്പര്യമുള്ള ഒരാളോ 2 പേരോ ഉണ്ടായാൽ മതി. പിന്നെ അത് കാണുമ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും ബാക്കി ആരെങ്കിലും പഠിക്കാനുണ്ട് എന്ന് കാണുമ്പോൾ വേറെ ആളുകളും വരും. അങ്ങനെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തെടുത്ത് സോൾവ് ചെയ്യാം. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ അധ്യാപകരോട് ചോദിക്കാം. ശരി, അപ്പോൾ ഇനി ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ അധികം ഒരു 10 മിനിറ്റ് സമയം കൂടി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരല്പം കൂടിപ്പോയെന്ന് എനിക്കറിയാം. എങ്കിൽ 10 മിനിറ്റ് സമയം കൂടി ഞാൻ എടുക്കുകയാണ്. എന്തിനാണ്? അതാണ് ഈ ഒരു സെമിനാറിന്റെ ക്രക്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മെനക്കെട്ട് ഇത് എഴുതേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അത് പലരും ചോദിക്കാറുണ്ട്. സാറേ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ് എത്തിയാൽ മതി. പ്രത്യേകിച്ച് നമുക്ക് ചില കുട്ടികൾ കാണുമ്പോൾ അറിയാം, നമ്മളെക്കാളും കാലിബറുള്ള ആളുകളാണ്. നമ്മളൊരു പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ 10 മിനിറ്റ് ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടാത്ത ചില പ്രോബ്ലംസ് ഒക്കെ ഒരു ക്ലാസ്സിൽ കൊടുക്കുമ്പോൾ ചില കുട്ടികളൊക്കെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തന്നെ അതിന്റെ ഐഡിയ പറയുമ്പോൾ തന്നെ എന്ത് ടാലന്റും പൊട്ടൻഷ്യലുള്ള ആളുകളൊക്കെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതേ ആളുകൾ നമ്മളോട് ചോദിക്കും, സാർ എങ്ങനെയെങ്കിലും ഒരു ജോലി മതി, ഈ പറഞ്ഞ ഒരു ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ PSC കോച്ചിങ്ങിനോ പോയി എങ്ങനെയെങ്കിലും ഒരു ജോലി മതി എന്നുള്ള കാഴ്ചപ്പാടിൽ പറയുമ്പോൾ നമുക്ക് നിരാശ തോന്നും. അപ്പോൾ എനിക്ക് അതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു 1-2 കാര്യങ്ങൾ ആണ് എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് മാത്തമാറ്റിക്സ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണെന്നോ നിങ്ങൾ എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് ചൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ +2 വരെയുള്ള ഒരു മാത്സിന്റെ സ്ട്രക്ചർ കണ്ടിട്ട് അതൊരു കമ്പ്യൂട്ടേഷണൽ പേപ്പറാണ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാം, അതുകൊണ്ട് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ മാത്സിന്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് അതിന്റെ ഒരു പൊസിഷൻ, അതിന്റെ ഒരു സ്പെസിഫിസിറ്റി കണ്ടിട്ട് താല്പര്യത്തോടു കൂടി വരുന്ന ആളുകളുണ്ട്. ഇതും അല്ലെങ്കിൽ നാളൊരു ബാങ്ക് ടെസ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു PSC ടെസ്റ്റ് എഴുതുമ്പോഴോ ഉപകാരപ്പെട്ടേക്കാം എന്ന കാഴ്ചപ്പാടോടുകൂടി വരുന്ന ആളുകളുണ്ട്. പല രീതിയിൽ വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, മാത്തമാറ്റിക്സ് ഇപ്പൊ പ്രത്യേകിച്ചും PGക്ക് പഠിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ഡിഗ്രി 3rd ഇയർ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഒരു പഠന കാലയളവിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്.
ഇന്നലെ വരെ, അതായത് ഒരു 3-4 മാസം മുമ്പ് വരെ സെക്കൻഡ് ഫോർത്ത് സെമ്മിന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടേഷണൽ പേപ്പേഴ്സ് ആയിരുന്നു, കാൽക്കുലേഷണൽ പേപ്പേഴ്സ് ആയിരുന്നു. കാൽക്കുലസ് ആയാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാലും ഏതായാലും സിംപ്ലി ഒരു മെത്തഡോളജി ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നു, ചെയ്യുന്നു. പക്ഷേ അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റിനോട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് 4 ആക്സിയംസ് വരുന്നു. ആ 4 ആക്സിയംസ് ബേസാക്കി നിർത്തിക്കൊണ്ട് ഒരു സയൻസ് ബിൽഡ് ചെയ്യുന്നു. അത് നമ്മൾ പഠിക്കുന്നു. ഡേറ്റ അനാലിസിസ് എന്ന് പറയുമ്പോഴേക്കും വേറൊരു സാധനമാണ്. അത് ഒരു റിയൽ ലൈൻ, ഇതുവരെ നിങ്ങൾ കൂട്ടാനും 1ാം ക്ലാസ് മുതൽ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ച റിയൽ ലൈൻ എടുത്തു വെച്ചുകൊണ്ട് ആ റിയൽ ലൈനിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോ ഘട്ടത്തിലും എക്സ്പ്ലോർ ചെയ്യുന്നു, പുതിയ കൺസെപ്റ്റുകൾ അതിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും അബ്സ്ട്രാക്ട് ആൾജിബ്രയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനകത്ത് നിങ്ങൾ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ അത് ഗ്രൂപ്പിന്റെ എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതൊരു അപ്പീലിംഗ് ഗ്രൂപ്പായി മാറുന്നു. അതൊരു മോർ സ്പെസിഫിക്കലി അതൊരു സൈക്ലിക് ഗ്രൂപ്പായി മാറുന്നു. പക്ഷെ അതിനകത്തേക്ക് നിങ്ങൾ സബ്സ്ട്രാക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നു? അത് അസോസിയേറ്റിവിറ്റി പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഗ്രൂപ്പ് പോയിട്ട് സെമി ഗ്രൂപ്പ് പോലും ആവുന്നില്ല. മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് സെമി ഗ്രൂപ്പ് ആകുന്നുണ്ട്. അപ്പോൾ ഒരേ സെയിം സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് തന്നെ പല ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ പല സ്ട്രക്ചേഴ്സ് ആണ് തരുന്നത്, പല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ ഒരാൾ ചെയ്യുന്നത് എന്താണ്? ഒരു സെറ്റിന്റെ തന്നിരിക്കുന്ന ഒരു ആർബിട്രറി സെറ്റിന്റെ സ്ട്രക്ചർ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു അബ്സ്ട്രാക്ട് ആൾജിബ്രൈസ് ചെയ്യുന്നത്. പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക, സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുക. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞും PG കഴിഞ്ഞും ഒക്കെ സമയമുള്ളപ്പോൾ ഈ ഹെർമൻ വെയിലിന്റെ ഒക്കെ പുസ്തകമുണ്ട്, ഗ്രൂപ്പ് തിയറിയുടെ ആപ്ലിക്കേഷനെ പറ്റിയൊക്കെയുള്ള പുസ്തകം. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഗ്രൂപ്പ് തിയറി സ്റ്റഡി ഓഫ് സിമെട്രി. തന്നിരിക്കുന്ന ഒരു സ്ട്രക്ചറിന്റെ സിമെട്രിയെ പറ്റി പഠിക്കുന്ന പഠനമാണ് ഗ്രൂപ്പ് തിയറി എന്നുള്ളത്. അതിന് ഏറ്റവും ക്രൂഡായിട്ടുള്ള 4 ആക്സിയംസിനെ മുൻനിർത്തി, ഈ 4 ആക്സിയംസ് വായുവിൽ നിന്നുണ്ടായതല്ല. ഓരോ ഘട്ടത്തിലും അത് അബ്സ്ട്രാക്ട് ചെയ്ത് ഓരോ റിയൽ ലൈഫ് പ്രോബ്ലംസ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഈ 4 ആക്സിയംസ് എടുത്ത് വെച്ചപ്പോൾ ചില പെർട്ടിക്കുലർ സെറ്റുകൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന സയൻസാണ്. അതാണ് ഒരു ആക്സിയോമാറ്റിക് തിയറിയാണ് അബ്സ്ട്രാക്ട് ആൾജിബ്ര. റിയൽ അനാലിസിസ് മറ്റൊരു സാധനമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് റിയൽ ലൈനിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താണ് അനാലിസിസ് എന്ന് ചോദിക്കുമ്പോൾ ആൻഡി പറയുന്നു അനാലിസിസ് ഇസ് വാട്ട് ഫോളോസ് ഫ്രം ഡെഫിനിഷൻ. അപ്പൊ എന്താണ് ഡെഫിനിഷൻ? ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇൻവോൾവ്സ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ഡെഫിനിഷൻ ആണെന്നാണ് ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കി അതിന് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകുന്നു. അങ്ങനെ സ്ട്രോങ്ങർ കണ്ടീഷൻസിലേക്ക് പോകുന്നു. റിയൽ ലൈനിൽ നിന്ന് റിയൽ അനാലിസിസിൽ നിന്നുള്ള ഐഡിയാസ്, കൺസെപ്റ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ ഹയർ സ്പേസിലേക്ക് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പുതിയ സയൻസുകൾ ഉണ്ടാകുന്നു, ടോപ്പോളജി ഉണ്ടാകുന്നു. ടോപ്പോളജി PGക്ക് പഠിക്കുന്ന ആളുകൾക്കറിയാം എന്താണ്. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിയൽ ലൈനിൽ നമ്മൾ പഠിക്കുന്ന ഓപ്പൺ സെറ്റുകൾ, റിയൽ ലൈനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഓപ്പൺ സെറ്റുകളെല്ലാം ഓപ്പൺ ഇന്റർവെലുകളാണ്, അല്ലെങ്കിൽ ഓപ്പൺ ഇന്റർവെലുകളുടെ യൂണിയനാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തേർഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളോട് സിംഗിൾട്ടൺ 1 എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി അയാൾ പറയും ഓപ്പൺ അല്ല സാറേ. കാര്യം 1 സെന്റർ ആക്കി നിർത്തിക്കൊണ്ട് അപ്പുറത്ത് എന്താണ് ഒരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ആ സിംഗിൾട്ടൺ 1 എന്ന് പറയുന്ന സെറ്റിലില്ല. അപ്പൊ അതുകൊണ്ട് ആ സാധനം ഓപ്പൺ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ടോപ്പോളജി പഠിക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഓപ്പൺനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ആർബിട്രറി സെറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾ ടോപ്പോളജിയിൽ ഒരു 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഒരു ചെറിയ സെറ്റ് എടുത്ത് അതിനകത്ത് ഒരു ഡിസ്ക്രീറ്റ് ടോപ്പോളജി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സിംഗിൾട്ടൺ 1 ഓപ്പൺ ആണ്, സിംഗിൾട്ടൺ 2 ഓപ്പൺ ആണ്, സിംഗിൾട്ടൺ സെറ്റുകളെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺനെസ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ ആർബിട്രറി സ്പേസിലേക്ക് കൊണ്ടുപോകുന്നു. അതുവഴി സർഫസുകളെ പറ്റി നമ്മൾ പഠിക്കുന്നു. ടോപ്പോളജി പഠിച്ചെങ്കിൽ എത്തുമ്പോൾ 2 സർഫസുകൾ തമ്മിൽ ഹോമിമോർഫിക് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു റബ്ബർ ഷീറ്റ് എടുക്കുന്നു. ആ റബ്ബർ ഷീറ്റ് ഒന്ന് ചുരുട്ടി അത് ഉളച്ചു വെക്കുമ്പോൾ നമുക്കൊരു സർക്കുലർ ആനലസ് കിട്ടും. ഒരു റബ്ബർ ഷീറ്റും അതുപോലെ ഒരു ആനലസും ഒരേ സർഫസ് തന്നെയാണ്, അതൊന്നു തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ടോപ്പോളജി വെച്ചിട്ട്. അതുകൊണ്ടാണ് ടോപ്പോളജി ഈസ് എ സ്റ്റഡി ഓഫ് സർഫസസ് എന്ന് പല ബുക്കുകളിലും വായിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മാത്തമാറ്റിക്സിന്റെ സാധ്യതകളെ പറ്റി അല്ലെങ്കിൽ സയൻസ് എന്താണെന്നുള്ളതിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യുന്നത് KD ജോഷിയുടെ ഇൻട്രൊഡക്ഷൻ ടു ജനറൽ ടോപ്പോളജി എന്ന് പറയുന്ന പുസ്തകം. പ്രത്യേകിച്ച് MSc-ക്കാർ ഫസ്റ്റ് ഇയറിൽ ടോപ്പോളജി പഠിക്കുന്നതിന്റെ ആദ്യ ഘട്ടത്തിൽ പഠിക്കുന്ന പുസ്തകത്തിന്റെ ചാപ്റ്റർ 3, ചാപ്റ്റർ 4 ഈ സയൻസിലേക്ക് വരുന്നതിന് മുമ്പ് അതിനൊരു മോട്ടിവേഷൻ ഉണ്ട്. ആ ഒരു 2 ചാപ്റ്റർ മോട്ടിവേഷൻ ഉണ്ട്. ആ മോട്ടിവേഷനിൽ അദ്ദേഹം പറഞ്ഞു തിരിച്ചും മറിച്ചും 2 വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കണം, അബ്സ്ട്രാക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഈ ഫിലോസഫിയിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, പ്രത്യേകിച്ചും റിസർച്ച് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു തരും, ഈ 2 വാക്കുകൾ ഫിലോസഫിക്കൽ തിയറീസ് തിരിച്ചു മറിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് തന്നെയാണ് നമ്മൾ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റിയൽ ലൈൻ നിങ്ങൾ പഠിക്കുന്നു, അവിടെ നിന്നുള്ള പ്രോപ്പർട്ടീസ് അബ്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഒരു ആർബിട്രറി സ്പേസിലേക്ക് കൊടുക്കുന്നു. അത് നമ്മൾ അവിടെ കൊണ്ട് ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ടോപ്പോളജിയുടെ കാര്യം ഇങ്ങനെയാണ്, മെട്രിക് സ്പേസിന്റെ കാര്യം ഇങ്ങനെയാണ്, പലതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 12-15 ആയതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ്. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു വരുന്ന ഇതല്ല. പിന്നലെ വരെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ സയൻസ് ആയിരുന്നു. പക്ഷെ ഇനി അതങ്ങോട്ട് ഒരു ഫിലോസഫിക്കൽ സയൻസാണ്. ഇനി മുതൽ അങ്ങോട്ട് ഒരു ഫിലോസഫിക്കൽ സയൻസാണ്. ഫിലോസഫി എന്ന് പറയുന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കുന്നതാണ്. വീണ്ടും ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് മാത്തമാറ്റിക്സും ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഏറ്റവും എലിമെന്ററി ആയിട്ട് പറഞ്ഞു തന്നത് ഇമ്മാനുവൽ കാന്റ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചോദ്യം 10-200 വർഷങ്ങൾക്ക് മുമ്പ് ഇമ്മാനുവൽ കാന്റിനോട് ചോദിക്കുന്നു, സാറേ എന്താണ് ഈ മാത്തമാറ്റിക്സ് ചെയ്യുന്നത് കൊണ്ട് ഫിലോസഫി പഠിക്കുന്നതെന്ന് വ്യത്യാസം എന്താണ്? അപ്പോൾ അയാൾ പറയുന്നു, ഒരു ആർബിട്രറി ഒരു അബ്സ്ട്രാക്ട് ഫിഗർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിള് നിങ്ങളൊരു ഫിലോസഫർക്ക് കൊടുക്കുകയാണെങ്കിൽ all he can do is to simply dissect this triangle into 3 straight lines, which again can be dissected into infinite number of points. ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കൂട്ടി വെച്ചിട്ട് ആർക്കും ഒന്നും ചെയ്യാനില്ല. വേറാസ് ഇഫ് യു ആർ പ്രൊവൈഡിങ് ദ വെരി സെയിം ട്രയാങ്കിൾ ടു എ മാത്തമാറ്റീഷ്യൻ, ഒരു മാത്തമാറ്റീഷ്യന് നിങ്ങൾ ട്രയാങ്കിൾ കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അതിന്റെ പോസിബിൾ ഡയമെൻഷൻസ് എക്സ്പ്ലോർ ചെയ്യും. അതിന്റെ ലെങ്ത്തും ഓരോ സൈഡിന്റെ ലെങ്ത്തും എക്സ്പ്ലോർ ചെയ്യും. ഇന്റേണൽ ആംഗിൾസ് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അയാൾ ആലോചിക്കും പുറത്തേക്ക് ഒരു കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ? അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ എക്സ്റ്റേണൽ ആംഗിൾ ഇന്റേണൽ ആംഗിൾസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടല്ലോ. സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇന്റേണൽ ആംഗിൾസ് ആണ് എക്സ്റ്റേണൽ ആംഗിളിന്റെ മെഷർ എന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. അത് മറ്റു ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വിടുന്നു. അപ്പൊ ഈ ഒരു അന്വേഷണമാണ്, ഈ ഒരു അന്വേഷണ പരതയാണ് പിന്നെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സബ്ജക്റ്റ് എന്താണ്? നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് നമ്മളിൽ നിന്ന് ഉപരിപ്ലവമായിട്ടുള്ള ഒന്നല്ല. നേരെ മറിച്ച് നമുക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനും ബൈ ആൻഡ് ലാർജ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു തിയറി ബിൽഡിംഗ് പ്രോസസ്സാണ് മാത്തമാറ്റിക്സ് എന്നറിയുന്നിടത്ത് നിങ്ങൾക്ക് സബ്ജക്റ്റ് പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു നമ്മൾ 5-6 മാസങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാത്ത രീതിയിൽ സ്വന്തം നിലയിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരു സൂക്ഷ്മ ജീവിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് എല്ലാവരുടെ നിലനിൽപ്പിന് ശാസ്ത്രം അത്യാവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പ് ആശ്രയിച്ചിരിക്കുന്നത് പഠനങ്ങളിലാണ്. അങ്ങനെ ഒരു തിയറി ബിൽഡ് ചെയ്യുന്ന തിയറി ബിൽഡിംഗ് പ്രോസസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് പ്യുവർ മാത്തമാറ്റീഷ്യൻ. ആപ്ലിക്കേഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു പ്യുവർ മാത്തമാറ്റീഷ്യന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് തിയറി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സ്ട്രോങ് തിയറി ഉണ്ടെങ്കിലാണ് ഒരു ആപ്ലിക്കേഷൻ പോസിബിൾ ആകുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ അവസാനം ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറഞ്ഞ പക്ഷം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച മാത്തമാറ്റിക്സ് എന്തുവരെ ഉണ്ടെന്ന് മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾ ഈ പരീക്ഷ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യം ഓർത്തു പോവാണ്. ഈ പറഞ്ഞ പോലെ വലിയ ആംബിയൻസിലേക്ക് പോയാലാണ് നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കോളേജിന്റെ പരിമിതമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്ന് വലിയൊരു ലീഡിങ് സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ നിങ്ങൾ എത്തുമ്പോൾ, പ്രത്യേകിച്ച് IIT-യിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി വലുതാവും. അപ്പോൾ നമ്മളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ മനുഷ്യരോട് ചെറിയ കിണറുകളിലും കുളങ്ങളിലും കിടന്ന് കലഹിക്കാതെ വലിയ മനുഷ്യരുടെ ലോകത്തേക്ക് നടന്നു ചെല്ലാൻ പഠിക്കണം. അവർ കണ്ട സ്വപ്നങ്ങൾ കാണണം. അപ്പോൾ അവർ കണ്ട സ്വപ്നങ്ങളുടെ ഭാഗവാക്കാകണം. അതിനും വലിയ സ്വപ്നങ്ങൾ നമുക്കും കാണാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർത്തു പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു സമയം അതിനുവേണ്ടി ഉപയോഗിക്കുക. തൽക്കാലം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നുണ്ട്, അതിന് മറുപടി നൽകാം. ബാക്കിയുള്ളവരും ക്വസ്റ്റ്യൻസ് ഇട്ടോളാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നത് ഇതാണ്: ജാം എക്സാമിന് 3rd ഇയർ സിലബസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ കൂടുതൽ ഫോക്കസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമായിരുന്നു 3rd ഇയറിൽ പഠിക്കുന്ന ഫണ്ടമെന്റൽ പേപ്പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കിട്ടാവുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, 2019 കട്ട് ഓഫ് 22 മാർക്കാണ്, 2020 കട്ട് ഓഫ് 30 മാർക്കാണ്. 2019 പരീക്ഷ എഴുതിയത് 13,000 പേരാണ്, 2020 പരീക്ഷ എഴുതിയത് 15,000 പേരാണ്. അതിൽ കൂടുതൽ ആളുകളാണ്. അപ്പൊ ഈ സംഖ്യ ഇനി മേൽപോട്ട് പോയിക്കൊണ്ടിരിക്കും. ആളുകൾ ഈ പരീക്ഷയുടെ സാധ്യതകളെ പറ്റി അറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക്സ് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ വെയിറ്റേജ് കാണിച്ചാൽ പറഞ്ഞു വന്നിരുന്നു, ഒരു 60% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കാൽക്കുലസിൽ നിന്നും റിയൽ അനാലിസിസിൽ നിന്നുമാണ്. 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കാൽക്കുലസിൽ നിന്നും റിയൽ അനാലിസിസിൽ നിന്നാണ്. ഈ കാൽക്കുലസ് ഇൻക്ലൂഡ്സ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഉണ്ട്, ഇന്റഗ്രൽ കാൽക്കുലസ് ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ കാൽക്കുലസും ഉണ്ട്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ തോമസ് കാൽക്കുലസ് വെച്ച് പഠിച്ച ആ കാര്യങ്ങൾ നിങ്ങൾ
ഈ പറഞ്ഞ ഒരു എക്സ്പേർട്ട് ആയിരിക്കണം കാൽക്കുലസ്. 60 മാർക്ക് നമുക്ക് വെറുതെ കളയാൻ കഴിയില്ലല്ലോ. പിന്നെ ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര പഠിക്കാൻ എളുപ്പമുള്ള സാധനങ്ങളാണ്. ഓടിയും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം തേർഡ് ഇയർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ കാൽക്കുലസ് പഠിക്കാൻ പോകാതെ ഇപ്പോൾ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് റിയൽ അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര, ഈ സെമസ്റ്റർ തീരുന്നത് വരെ ഈ 3 ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു തന്ന ടെക്സ്റ്റുകൾ കോണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്ര, സിമൻസിന്റെ ഡിഫറൻഷ്യലിഫിക്കേഷൻ നിങ്ങൾ സിമൻസിന്റെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ജാമിന്റെ പ്രീവിയസ് 10 വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്താലും മതി. പക്ഷേ കോണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്ര കണ്ടുപിടിക്കണം, എൻ്റെ എക്സസൈസ് സോൾവ് ചെയ്യണം. പിന്നെ റിയൽ അനാലിസിസിനകത്ത് നിന്ന് ബാർട്ടിൽ എടുത്തിട്ട് അതും സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതായത് നവംബർ വരെ ഈ സെമസ്റ്റർ തീരുന്നത് വരെ ഈ 3 പേപ്പർ കോൺസെൻട്രേറ്റ് ചെയ്യുക, ODE, അബ്സ്ട്രാക്റ്റും റിയലും. ശേഷം നവംബർ കഴിയുമ്പോഴേക്കും നിങ്ങൾ കാൽക്കുലസ് എടുത്ത് പഠിക്കുക. നവംബർ ഡിസംബർ കാൽക്കുലസ് നന്നായിട്ടിരുന്ന് പഠിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് 10 വർഷത്തെ സോൾവ് ചെയ്തിട്ട് പോകണം നിർബന്ധമായിട്ട്. അപ്പോൾ ഒരു ടോപ്പിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ തേർഡ് ഇയർ ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് ക്ലിയർ ചെയ്യാൻ നിർബന്ധമില്ല. അതാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി. പ്ലീസ് ടെൽ മോർ അബൌട്ട് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വ്യത്യാസമൊന്നുമില്ല, പഴയ ക്വസ്റ്റ്യൻസ് പോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് എഴുതിയിരിക്കണം നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് എ ഫൈനൈറ്റ് സൈക്കിൾ ഗ്രൂപ്പ്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ച അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ ചോദിച്ച ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ 57, ആ ഗ്രൂപ്പിന് 19 ഓർഡറുള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 19 ഓർഡറുള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സബ് ഗ്രൂപ്പിൽ വരാത്ത ഈ ഗ്രൂപ്പിലെ എലമെന്റിന്റെ ഓർഡർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ ആൻസർ കൃത്യമായിട്ട് വരുന്ന 1, 2 അല്ലെങ്കിൽ ഒരു ഡെസിമൽ കൃത്യമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്നേ അതിനകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഗ്രൂപ്പിന്റെ ഓർഡർ 57ആണ്. ലഗ്രാഞ്ച് തിയറം പ്രകാരം നിങ്ങൾക്കറിയാം ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഓർഡർ ഓഫ് എൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പാണ്. അപ്പോൾ 19 57 ഡിവൈഡ് ചെയ്യുന്നത് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 19 ഓർഡറുള്ള എലമെന്റ് ഉണ്ടാവും, 3 ഓർഡറുള്ള എലമെന്റ് ഉണ്ടാവും. ഇനി 19 ഓർഡറുള്ള സബ് ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത എലമെന്റ്സിനെല്ലാം പിന്നെ ഏത് ഓർഡർ വന്നേ പറ്റൂ? 3 ഓർഡർ വന്നേ പറ്റൂ. ആൻസർ 3 ആണ്. അപ്പം അങ്ങനെ ആൻസർ സ്പെസിഫിക്കലി ഒരു ഇൻഡിജർ എഴുതാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ഡെസിമൽ എഴുതാൻ പറ്റുന്നതോ ആയിരിക്കും ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ ഡിഫറൻഷ്യലിഫിക്കേഷൻ ആയാലും കാൽക്കുലസ് ആയാലും ഏതായാലും നിങ്ങൾ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു റാഷണൽ ഒരു റിയൽ നമ്പർ കിട്ടും. അത് നിങ്ങൾക്ക് വെർച്വൽ കീബോർഡ് വെച്ച് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു വെർച്വൽ കീബോർഡ് സൈഡിൽ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആൻസർ എൻ്റർ ചെയ്യാൻ പറ്റും. അതേ ഉള്ളൂ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് നെഗറ്റീവ് ആൻസർ ഇല്ല. അപ്പൊ ആദ്യം നിങ്ങൾ ന്യൂമറിക്കൽ ആൻസേഴ്സ് ആൻസർ ചെയ്യണം, ശേഷം മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതിനുശേഷമേ MCQ പോകാവൂ, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട്. ഞാൻ റെഫറൻസ് ബുക്കുകൾ ഒരാൾ അവസാനം ചോദിച്ചിട്ടുണ്ട്. റെഫറൻസ് ബുക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, അബ്സ്ട്രാക്ട് ഓൾജിബ്രയ്ക്ക് നിങ്ങൾ കോണ്ടംപററി അബ്സ്ട്രാക്ട് ഓൾജിബ്ര ഗാലിയൻ യൂസ് ചെയ്യുക, അതിന്റെ എക്സസൈസ് സോൾവ് ചെയ്യുക. റിയൽ അനാലിസിസിന് ബാർട്ടിൽ മാത്രം മതി എക്സസൈസ് സോൾവ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഡിഫറൻഷ്യലിഫിക്കേഷൻ നിങ്ങൾ ഷെപ്ലിയൻ റോസ് ആണോ ഫോളോ ചെയ്യുന്നത് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് മതി. അല്ല എങ്കിൽ സിമൻസിന്റെ ഡിഫറൻഷ്യലിഫിക്കേഷൻ എടുക്കുക. സിമൻസ് ആൻഡ് ക്രാൻസ് രണ്ടുപേരും ചേർന്ന് എഴുതിയേക്കണം. ഡിഫറൻഷ്യലിഫിക്കേഷൻ ഉണ്ട്, സിമൻസ് ആൻഡ് ക്രാൻസ്, അത് ഫോളോ ചെയ്യുക. ഇതിനെല്ലാത്തിനും ഷ്വാം സീരീസ് സോൾവ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഐദർ യു ക്യാൻ ഫോളോ, അത് ഫോളോ ചെയ്യാം. കാൽക്കുലസിന് ഇതുപോലെ തന്നെ ഷ്വാം സീരീസിന്റെ ഉണ്ട്, 3000 സോൾവ് പ്രോബ്ലംസ് ഇൻ കാൽക്കുലസ് ബൈ ഷ്വാം സീരീസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. അത്രയും കാര്യങ്ങൾ മതി. എന്നിട്ട് നിർബന്ധമായിട്ടും പ്രീവിയസ് 10 വർഷത്തെ, അത് അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ജാമിന്റെ 10 വർഷത്തെ പ്രീവിയസ് കിട്ടും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കാരണം അതേ ടൈപ്പ് ഒക്കെ തന്നെ ആയിരിക്കും, അതേ മോഡലൊക്കെ തന്നെ ആയിരിക്കും, ചെറിയ ടെസ്റ്റ് ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് പ്രാക്ടീസ് ചെയ്യുക, ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യുക. പിന്നെ കോച്ചിങ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. കോച്ചിങ്ങിന്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രക്ചറിൽ കൊച്ചുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ വർക്ക് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യത്രേ ഉള്ളൂ. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യകതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആദർശാർ പറഞ്ഞ കണക്കിന് മാത്സ് ഫോറം കാരണം ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് IIT പാലക്കാട് തന്നെ ഫിസിക്സിലുണ്ടായിരുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്ന്, NIT കാലിക്കറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. സാറ്റർഡേസിലും സൺഡേസിലും ഒക്കെ ഫ്രീ കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ നിങ്ങൾ ഫ്രണ്ട്സ് ചേർന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും, പ്രത്യേകിച്ചും ആദർശ് സാർ എനിക്കറിയാം നിങ്ങളോട് താല്പര്യമുള്ള ആളാണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ സാറിനോട് നിങ്ങൾ ഒരുമിച്ച് പ്രോബ്ലം ചെയ്യാം, കിട്ടാത്ത പ്രോബ്ലംസ് സാറിനോട് ചോദിക്കുക, ഡിസ്കസ് ചെയ്യാം. കോച്ചിങ് ഇപ്പോൾ കൊല്ലം സൈഡിലെ കോച്ചിങ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കോച്ചിങ് താല്പര്യമുള്ളവർ അതിന് ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ കിട്ടും, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ശനി ഞായർ വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുമല്ലോ.
പ്രാക്ടീസ് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നല്ലതാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻഫിനിറ്റി സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന്റെ ഒരു ബുക്ക്ലെറ്റ്, അതിനകത്ത് പ്രാക്ടീസ് പ്രോബ്ലംസ്, അത്യാവശ്യം ഫോർമുലാസ് ഉൾപ്പെടുന്ന ബുക്ക്ലെറ്റ് ഞാൻ സാറിന് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ സാറിൻ്റെ നിന്ന് വാങ്ങുക, എന്നിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ശരി. റെപ്പറ്റീഷൻ ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് അങ്ങനെ ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി അങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം യൂണിവേഴ്സിറ്റി പരീക്ഷ എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ പിന്നിലുള്ള കൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യാം, അത് തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചു വന്നിരിക്കും, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് എക്സാക്ട്ലി റിപ്പീറ്റ് ചെയ്ത സാഹചര്യങ്ങൾ വളരെ കുറവാണ്, അതൊന്നും പ്രതീക്ഷ ആരും പോകരുത്. പക്ഷെ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും, ഒരു 10 വർഷത്തെ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറി നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടും. ചിലപ്പോൾ അത് വെച്ച് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്തവണ ചോദിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. അവര് ഒരു തവണ ചോദിച്ച പാറ്റേൺ അതേപോലെ ചോദിച്ചു നിർബന്ധമൊന്നുമില്ല. എപ്പോഴും 1-2 മാർക്ക് കിട്ടിയാൽ അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. റെഫറൻസ് ബുക്ക് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ പ്രീവിയസ് പേപ്പേഴ്സ് നിങ്ങൾ ജാമിന്റെ ഇപ്പോൾ 2021 ജാമെന്ന് നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ജാം 2021 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ജാമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് 2005 മുതലാണ് ഈ ജാം തുടങ്ങിയത്. അതായത് ജാം തുടങ്ങിയിട്ട് ഇത് 16ാമത്തെ വർഷമാണ്, അല്ലെങ്കിൽ 17ാമത്തെ വർഷമാണ്. അപ്പോൾ ജാമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, ഇയർ അടിച്ചു കൊടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് മാത്തമാറ്റിക്കൽ സയൻസ് ആണ്, MA എന്നാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നിങ്ങൾക്ക് പ്യുവർ മാത്തമാറ്റിക്സിൽ മാത്രമല്ല മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒരു മാത്തമാറ്റിക്സുകാരനെ സംബന്ധിച്ചിടത്തോളം 2 പേപ്പറിൽ ജാം എഴുതാം, പ്യുവർ മാത്സിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലും. മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ അതിന്റെ സിലബസ് കൺസിഡർ ചെയ്യുമ്പോൾ കാൽക്കുലസും ഉണ്ട്, പിന്നെ മെട്രിക്സും ഉണ്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ പഠിക്കുന്ന സബ്സിഡിയറി സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ കാൽക്കുലസും അതുപോലെ തന്നെ മെട്രിക്സും. ഇത്രയും കാര്യങ്ങളാണ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അഥവാ ക്യാപിറ്റൽ MS എന്നാണ് അതിന്റെ കോഡ്. MS നിങ്ങൾക്കും എഴുതാൻ പറ്റും. അപ്പോൾ രണ്ടിനും വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഒരു പേപ്പറിന് അപേക്ഷിക്കാൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാൾക്ക് 1500 രൂപയാണ്. 2 പേപ്പറിന് ഒരുമിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ 2100 രൂപ വരും. ലേഡീസിനാണെങ്കിൽ പകുതി പൈസ ഉള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോ അത് രണ്ടും നിങ്ങൾ എഴുതുന്നത് നല്ലതാണ്. ഈ 14ാം തീയതി മോർണിംഗ് ഷിഫ്റ്റിൽ മാത്സും ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെയാണ് പരീക്ഷ നടക്കുക. അത് രണ്ടും എഴുതണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഏറ്റവും റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും IIT പാലക്കാട് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് മാത്സിന് 1038 റാങ്ക്. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് വിളിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് സ്റ്റാറ്റിസ്റ്റിക്സിന് ആ കുട്ടിക്ക് 500 ചില്ലാണ് റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അതിനേക്കാൾ റാങ്ക് ഉണ്ടായത് തൊട്ട് മുകളിൽ 1058 ഈ കുട്ടിയുടെ റാങ്ക് 1042 റാങ്ക് ഉണ്ടായിരുന്ന കുട്ടിയേക്കാൾ ആദ്യം വിളിച്ചത് ഈ കുട്ടിയാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സിലും കൂടി ഈ കുട്ടി അതിന്റെ കഴിവ് തെളിയിച്ചു എന്നുള്ളതുകൊണ്ട് ആ കുട്ടിയാണ് ആദ്യം വിളിച്ചത്. അപ്പോൾ 2 പരീക്ഷ എഴുതുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അപ്ലൈഡ് മാത്സ് താല്പര്യമുള്ളവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എഴുതുന്നത്. പ്യുവർ മാത്സ് താല്പര്യമുള്ളവരാണ് മാത്തമാറ്റിക്സ് എഴുതുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഗേറ്റിനും റെഫറൻസ് ബുക്ക് ഇതൊക്കെ തന്നെയാണ്. ഓരോ ടോപ്പിക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ് ബുക്സ് ആണ് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അബ്സ്ട്രാക്ട് ആൾജിബ്രയ്ക്ക് വീണ്ടും അവസാനമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ അബ്സ്ട്രാക്ട് ആൾജിബ്ര, കോണ്ടംപററി അബ്സ്ട്രാക്ട് ആൾജിബ്ര ബൈ ജോസഫ് എ ഗാലിയൻ. റിയൽ അനാലിസിസ് നിങ്ങൾക്ക് ഒന്നുകിൽ ബാർക്കിലിന്റെ പുസ്തകം ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ കുമരേശൻ സാറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, S കുമരേശൻ സാറ്. അപ്പോൾ ഈ കുമരേശൻ സാറിന്റെ ഒരു പുസ്തകമുണ്ട്, കുമരേശൻ സാർ അജിത് കുമാർ ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനകത്ത് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. പിന്നെ ഇപ്പോൾ ടോപ്പോളജി ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഷാം സീരീസ് എടുത്ത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കെഴി ജോഷി വെച്ച് തന്നെ നിങ്ങൾ തിയറി പഠിച്ചിട്ട് ഗേറ്റിന്റെയും ജാമിന്റെ ടോപ്പോളജി ഇല്ല, ഗേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടോപ്പോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റിന് ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്നല്ല, ഒരു 1 സ്റ്റെപ്പ് അബ്സ്ട്രാക്ഷൻ ആണ് അതിനകത്ത് വരുന്നുള്ളൂ. നിങ്ങൾ തിയറി ഒന്ന് തിരിച്ചു മാറ്റി യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. JRF കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആയതുകൊണ്ട് അതിന് കഴിഞ്ഞിരിക്കില്ല. ഈ ടോപ്പോളജി നിങ്ങൾ എഴുതി വായിച്ചിട്ട് പ്രീവിയസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഷാം സീരീസിന്റെ ടോപ്പോളജിയും കിട്ടും, അതിനകത്തും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലീനിയർ ആൾജിബ്ര ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെഫാൻ എൽ ഫ്രീഡ്ബർഗിന്റെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റെഫാൻ എൽ ഫ്രീഡ്ബർഗ് ലീനിയർ ആൾജിബ്ര. പിന്നെ കാൽക്കുലസ് 3000 സോൾഡ് പ്രോബ്ലംസ് ഇൻ കാൽക്കുലസ് ഉണ്ട്, ഷാം സീരീസ്. അതൊക്കെയാണ് മേജറായിട്ട് റെഫറൻസ് ബുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ആധാർ സാറിനോട് ചോദിച്ചാൽ ഞാൻ സാറിന് കുറച്ച് ബുക്കിന് ലിസ്റ്റ് അയച്ചു കൊടുക്കാം, സാറിന് പറയാം.
പ്യുവർ മാത്സും അപ്ലൈഡ് മാത്സും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്യുവർ മാത്സ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ് തുടങ്ങിയ പേപ്പറുകളാണ്, തിയറിറ്റിക്കൽ പേപ്പറുകളാണ്. പ്രോബ്ലം പേപ്പറുകൾ അതിൽ വരുന്നില്ല. അപ്ലൈഡ് മാത്സിലാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രോബബിലിറ്റി തിയറി, സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതുപോലെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ്, OR, ഓപ്പറേഷൻ റിസർച്ച് തുടങ്ങിയ പേപ്പേഴ്സ് ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്ലൈഡ് സൈഡിനകത്ത്. പ്യുവർ മാത്സ് എസ്പെഷ്യലി ഒരു തിയററ്റിക്കലാണ്, ഞാൻ പറഞ്ഞത് ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിലാണ് അത് പഠിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊന്നും ചിന്തിച്ചില്ലായെങ്കിൽ പോലും റിയൽ അനാലിസിസും അതിൻ്റെ കണ്ടിന്യൂഷനൊക്കെയാണ് പിന്നെ പ്യുവറിൽ വരിക. ഏറ്റവും ബേസിക്കലി ആയിട്ട് പറയുമ്പോൾ കുട്ടികളാണ് ചോദിച്ചതെന്നാണ് എൻ്റെ ധാരണ. വേറെ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജാമിൻ്റെയും ഗേറ്റിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. രണ്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെയിം തന്നെയാണ്. നിങ്ങൾ ജാം 2021 അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പോകുന്നത് ഗേറ്റിൻ്റെയും ജാമിൻ്റെയും കൂടി കമ്പൈൻ ചെയ്തുള്ള ഒരു വെബ്സൈറ്റിലാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഗേറ്റിൻ്റെയും കിട്ടും, ജാമിൻ്റെയും കിട്ടും. അവിടെ നിൽക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ലാസ്റ്റ് അതിൻ്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, ആൻസർ കീ ഉണ്ടാവും. അപ്പോൾ എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, അരിഹന്ത് പബ്ലിക്കേഷൻസ്, ARIHINT, അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ജാമിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഗേറ്റിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈവൻ നെറ്റിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അരിഹന്തിനുണ്ട്. പിന്നെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോൾ നമ്മുടെ തന്നെ ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള സാലു സോമനാഥിന്റെ പുസ്തകമുണ്ട്. സാലു സോമനാഥിന്റെ അയാള് ഒരു 10 വർഷത്തെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. PDF ഒന്നും കിട്ടാൻ വഴിയില്ല ഈ സാധനങ്ങളുടെ ഒന്നും. ഇതൊക്കെ നിങ്ങൾ വാങ്ങേണ്ടി വരും. അരിഹന്ത് പബ്ലിക്കേഷൻ ആയാലും ഞാൻ ഈ പറഞ്ഞ സാലുവിന്റെ പുസ്തകമായാലും നിങ്ങളത് ഓൺലൈനായിട്ട് തന്നെ ആമസോണിൽ കിട്ടും. സാലു സോമനാഥിന്റെ ബുക്കിന്റെ എക്സാക്ട്ലി പേര് ഓർക്കുന്നില്ല. നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് അത് കിട്ടും. ഗേറ്റും ജാമും അരിഹന്ത് പബ്ലിക്കേഷൻസ് മാത്രം മതി. അതെടുത്ത് പ്രാക്ടീസ് ചെയ്യാം, തിയറി നന്നായിട്ട് പഠിക്കുക. Okay, sir. Thank you. Okay. Good afternoon, all. A warm and graceful afternoon to our most valued honorable chief guest, Mr. Basil Paul, respected principal, dear coordinator, worthy teachers, my dear teammates, and everyone gathered here. It's my privilege to propose a vote of thanks speech and acknowledge the contribution of those who worked really hard to make this orientation program happen. On behalf of Sign of Course, I extend a really hearty vote of thanks to our chief guest and speaker, Mr. Basil Paul, who spared time from his busiest schedule to grace the occasion. Today we had an opportunity to hear your words, and this will surely be going to encourage us to building a sparkling future. A special mention to our respected principal, Professor Najim E, for being the catalyst that stimulated us to do our best and standing as pillars of strength. With a deep sense of appreciation, we thank our loving teachers for their untiring efforts. I am immensely thankful to Mr. Adarsh VK, coordinator of the Math Forum, for his efforts toward anchoring of today. His own ideas and elegance of explanation of everything, I need to mention my deepest sense of appreciation. I also extend thanks to all the faculty members for their enormous cooperation within the organization of this gala event. An event like this cannot happen overnight. The wheels start rolling weeks ago. It requires planning and a bird's eye for details. We have been fortunate enough to be backed by a team of very proactive and dedicated coordinators of the forum who are well versed in their job. I am short of words for their involvement and their willingness to take on the completion of tasks beyond their comfort zones. A special mention for R. Sri Lakshmi to introduce the resource person. Last but not least, a big thank you to the chairperson of the program, Ms. Tasneem Shahjahan, for the awesome coordination of the program, memorable for all of us. Finally, on behalf of Sign of Course, let me thank all participants from all over Kerala to be disciplined and honored. We value you and every moment, and that you stay in this temple of learning. Let me conclude. Thank you all. Thank you, Kashyap. Thank you to all the audience. So stay safe, stay healthy, and attend the coming online classes. Thanks to all.